നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടാൽ പുനഃപരിശോധന നടത്താമെന്ന് സുപ്രീം കോടതി. തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി പുനഃപരിശോധന നടത്തിക്കൂടെ എന്നും കോടതി ചോദിച്ചു. ഇന്ന് നടന്ന വാദത്തിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, എന്തൊക്കെ വാദങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നിരിക്കുന്നത്? നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള 40ഓളം ഹർജികളിലാണ് ഇന്ന് സുപ്രീം കോടതി വാദമുണ്ടായത്. എന്തായാലും ഈ 24 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഈ ആരോപണങ്ങളും ഈ സംഭവങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷകൾ റദ്ദാക്കണമോ എന്ന കാര്യത്തിൽ അടക്കം സുപ്രീം കോടതി ഇന്ന് വാദം ഇനി കേൾക്കും. ഇത് വ്യാഴാഴ്ച വീണ്ടും വാദം കേൾക്കാനായി കേസ് പരിഗണിക്കും. എന്തായാലും നീറ്റ് പരീക്ഷയുടെ ഈ ചോദ്യപേപ്പർ ടെലഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു എന്നാണ് ഹർജിക്കാർ ആരോപിച്ചത്. ഇതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ഒരു പവിത്രതയെ ബാധിച്ചില്ലേ, ഇത് വ്യാപകമായ, അതേപോലെ തന്നെ FIR 6 സംസ്ഥാനങ്ങളിൽ ആണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തോ ഒരു പ്രദേശത്തോ മാത്രമല്ല, അത് വ്യാപകമായി കേന്ദ്രീകൃതമായി ഒരു വ്യാപകമായ ചോർച്ചയാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ ബാധിക്കുന്നതാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ, എത്ര വിദ്യാർത്ഥികൾക്കാണ് ചോദ്യപേപ്പർ ലഭിച്ചത്, ഇതുപോലെ പണം നൽകി എത്ര വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ നേടി എന്ന കാര്യത്തിൽ കൃത്യമായ കണക്ക് നൽകാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കൗൺസിലിംഗിൽ നയപരമായ തീരുമാനം വേണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിദഗ്ധ സമിതിയെ കൂടി ഇനി ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ വിവാദങ്ങളായാലും മറ്റ് പരീക്ഷയുടെ നടത്തിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി വിദഗ്ധ സമിതിയെ രൂപീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ ഹർജിയായി ബുധനാഴ്ച വൈകിട്ടോടെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ കൂടി ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റി. ഷംന, ഈ നീറ്റ് പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ ഉണ്ടായോ? തീർച്ചയായും ഇത് നീറ്റ് പരീക്ഷയും ഒപ്പം നടത്തിപ്പ് സംബന്ധിച്ചവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അവരുടെ പവിത്രതയെയും അതിൻ്റെ മൂല്യത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധ സമിതിയെ ഇനി നിയോഗിക്കണമെന്ന് കൂടി സുപ്രീം കോടതി അറിയിച്ചത്. നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടാൽ പുനഃപരിശോധന നടത്താമെന്ന് സുപ്രീം കോടതി. തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി പുനഃപരിശോധന നടത്തിക്കൂടെ എന്നും സുപ്രീം കോടതി ചോദിച്ചു. ഇന്ന് നടന്ന വാദത്തിലായിരുന്നു കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ചേർന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന് ഐഷത്തുൽ ഷംന.